ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 7ാം ക്ലാസ്സിലെ മാത്സ് ആണ്. മാത്തമാറ്റിക്സിൻ്റെ ഓണം എക്സാമിൻ്റെ ആൻസർ കീ ഡിസ്കഷനാണ്. ഫസ്റ്റ് ടേം എക്സാമിനേഷൻ നിങ്ങളിപ്പോൾ എഴുതി കഴിഞ്ഞ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ആയിരിക്കും ഇത്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, ആൻസറിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നമ്മൾ അതേ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ശരിയായ ഉത്തരം പിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ഇതിൽ ക്വസ്റ്റ്യൻസ് അധികം ഫോക്കസ് ചെയ്യില്ല, ക്വസ്റ്റ്യൻസ് അധികം വായിക്കില്ല, ആൻസർ ആയിരിക്കും കൂടുതലായിട്ട് നോക്കുക കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ മാത്രം ഞാൻ വായിക്കാം. വലിയ ബക്കറ്റിൽ 45 ലിറ്റർ വെള്ളവും ചെറിയ ബക്കറ്റിൽ 15 ലിറ്റർ വെള്ളവും ഉണ്ട്. വലിയ ബക്കറ്റിൻ്റെ ഉള്ളളവ് 50 ലിറ്ററും ചെറിയ ബക്കറ്റിൻ്റെ ഉള്ളളവ് 20 ലിറ്ററുമാണ്. വലിയ ബക്കറ്റിൻ്റെ ഉള്ളളവിൻ്റെ എത്ര ഭാഗമാണ് ചെറിയ ബക്കറ്റിൻ്റെ ഉള്ളളവ്? അതിൽ നമുക്കൊരു 4 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തതിൻ്റെ എ ആൻസർ വരുന്നത് 2/5 ഭാഗം. ഒന്നിൻ്റെ ബി ആൻസർ വരുന്നത് 3 മടങ്ങ്. ഒന്ന് സി ആൻസർ, ചെറിയ ബക്കറ്റിലെ വെള്ളത്തിൻ്റെ എത്ര ഭാഗം ഒഴിച്ചാൽ വലിയ ബക്കറ്റ് നിറയും? വലിയ ബക്കറ്റ് നിറയാൻ 5 ലിറ്റർ വെള്ളം വേണമെന്ന് കണ്ടെത്തിയാൽ ചെറിയ ബക്കറ്റിൻ്റെ 1/3 ഭാഗം എന്ന് എഴുതിയാൽ. അടുത്തത് വരുന്നത് ഡി ആൻസർ വരുന്നത് എന്താ? ഡി ഉത്തരം സി ആണ്. 3/3 ആണ് ആൻസർ വരിക. ഇതാണ് ആൻസർ വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് 2ABC എന്ന് പറഞ്ഞിട്ട് 3 ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടാമത്തേൽ എ 2 വശങ്ങളുടെ നീളം 4-3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. മട്ടക്കോണാണ്, ത്രികോണം വരയ്ക്കാനാണ്. അപ്പോൾ അത് ഇങ്ങനെ വരിക കേട്ടോ. നമ്മുടെ ത്രികോണം ഇങ്ങനെ വരയ്ക്കുക, 90 ഡിഗ്രി കൊടുക്കുക, ഇവിടെ 4 ഇവിടെ 3 കൊടുക്കുക. അപ്പോൾ ഇതാണ് എയുടെ ആൻസർ ആയിട്ട് വരിക, 2A. ഇനി നമുക്ക് 2B, മൂന്നാമത്തെ വശത്തിൻ്റെ നീളം അളന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ വശത്തിൻ്റെ നീളം 5 ആയിരിക്കും. അതെങ്ങനെ കിട്ടിയെന്ന് ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. മൂന്നാമത്തെ വശത്തിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ചെയ്യുക. 4ൻ്റെ സ്ക്വയർ 16 പ്ലസ് 3ൻ്റെ സ്ക്വയർ 9. ആൻസർ വരുന്നത് √25 ആണ് കേട്ടോ. റൂട്ടിലാണ് വരിക. നമ്മൾ സ്ക്വയർ കളയുമ്പോൾ √25 എന്ന് പറയുമ്പോൾ ആൻസർ എന്ത് വരും? 5 ആണ് വരിക കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ നമുക്ക് 5 കിട്ടിയത്. അടുത്തത് സി ആണ്. താഴെ കൊടുത്തതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. അതിന് ആൻസർ ബി ആ വരിക. ഇതാണ് ആൻസർ കേട്ടോ. ഏത് ത്രികോണത്തിലും ഏറ്റവും വലിയ വശത്തിൻ്റെ നീളം മറ്റ് 2 വശങ്ങളുടെ നീളത്തിൻ്റെ തുകയേക്കാൾ വലുതാണ്. അടുത്തത് മൂന്നാമത്തെ ചോദ്യത്തിൽ 3A 3B എന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ആൻസർ എഴുതിയാൽ മതിയാവും. 3A എന്ന് പറയുന്നത് ചതുരാകൃതിയായ ഒരു പൂന്തോട്ടത്തിൻ്റെ പരപ്പളവ് 6-3/4 ചതുരശ്ര മീറ്ററും അതിൻ്റെ വീതി 1-1/2 മീറ്ററുമാണ്. പൂന്തോട്ടത്തിൻ്റെ നീളം എത്ര? ആൻസർ വരുന്നത്, പൂന്തോട്ടത്തിൻ്റെ നീളമാണ് നമുക്ക് വേണ്ടത്. ഇതാണ് വരിക കേട്ടോ, 4.5 മീറ്ററാണ് ആൻസർ വരിക. പൂന്തോട്ടത്തിൻ്റെ നീളവും വീതിയും മടങ്ങും ഭാഗവുമായി എഴുതുക. വീതിയുടെ 3 മടങ്ങാണ് നീളം, നീളത്തിൻ്റെ 1/3 ഭാഗമാണ് വീതി എന്ന് എഴുതുക. താഴെ കൊടുത്തതിൽ 1-2/3ൻ്റെ വ്യുൽക്രമം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താ വരിക? 3/5 ആണ് കേട്ടോ ആൻസർ. ഇതാണ് ആൻസർ വരിക. 3 കഴിഞ്ഞു. 3A അല്ലെങ്കിൽ നമുക്ക് 3B ഉണ്ട്. ഞാനിവിടെ രണ്ടും നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. 3B, ഒരു ജനൽ ഉണ്ടാക്കുന്നതിന് 1.5 മീറ്റർ നീളമുള്ള 12 കമ്പിയും 1/3 മീറ്റർ നീളമുള്ള 18 കമ്പിയും വേണം. അതിൽ ABC 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3Bയിലെ A ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് 3 കമ്പികളാണ്. 3 ആണ് ആൻസർ. 3Bയിലെ B ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് 1.5 മീറ്റർ നീളമുള്ള 12 എണ്ണത്തിൻ്റെ ആകെ നീളം 18 മീറ്റർ. 1/3 മീറ്റർ നീളമുള്ള 18 എണ്ണത്തിന് 6 മീറ്റർ. ആകെ 24 മീറ്റർ എന്നും 4 കമ്പികളെന്നും കണ്ടെത്തിയാൽ ആൻസർ ശരിയാവും. നെക്സ്റ്റ് വരുന്നത് സിയുടെ ആൻസർ വരുന്നത് ഡി ആണ്. ഇതാണ് ആൻസർ കേട്ടോ. നെക്സ്റ്റ് നാലാമത്തെ ചോദ്യത്തിന് 2 ചോദ്യങ്ങളുണ്ട്. 4Aയും 4Bയും. ഇതിൽ ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതിയാകും. ഞാനതിൽ 2ഉം ചെയ്യുന്നുണ്ട്. 4Aയിൽ നമുക്ക് ABCD എന്ന് പറഞ്ഞ 4 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം 4Aയിലെ A ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് ആംഗിൾ CFE = 60 ഡിഗ്രി, ആംഗിൾ ECF = 30 ഡിഗ്രി. ദെൻ കോൺ BFCയുടെ അളവാണ് അടുത്ത ക്വസ്റ്റ്യൻ. 4Aയുടെ B ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് 120 ഡിഗ്രി. അടുത്തത് വരുന്നത് ABCE എന്നീ വരകൾ സമാന്തര വരകൾ അല്ലെന്ന് കോണുകളുടെ അളവുകൾ ഉപയോഗിച്ച് സമർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 4Aയുടെ C ആൻസർ ആംഗിൾ AB യുടെയും ആംഗിൾ CEF ൻ്റെയും തുക 180 ഡിഗ്രി അല്ല.
അങ്ങനെ എഴുതിയാൽ നമുക്ക് അങ്ങനെ സമർത്ഥിക്കാൻ പറ്റും. അടുത്തത് ഡിയുടെ ആൻസർ വരുന്നത് സി ആണ്. ഒരു സമാന്തര വരയെ മറ്റൊരു വര മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ കോണുകളും എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. അപ്പം 4A കഴിഞ്ഞു. ഇനി 4B ആണ്. 4Bയിലും ABCD പറഞ്ഞ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 4Bയിലെ A ക്വസ്റ്റ്യൻ ആംഗിൾ BPD എത്രയാണ്? 50 ഡിഗ്രി. അടുത്തത് ആംഗിൾ ABP എത്രയാണ്? 50 ഡിഗ്രി. അടുത്തത് CEBF എന്നീ വരകൾ സമാന്തര വരകളാണെന്ന് സമർത്ഥിക്കണം. സി ആംഗിൾ ECD 50 ഡിഗ്രി ആണ്. ആംഗിൾ ECDയുടെയും ആംഗിൾ BPCയുടെയും തുക 180 ഡിഗ്രി ആയതുകൊണ്ട് സമാന്തരമാണ്. അടുത്തത് ഡി ആൻസർ വരുന്നത് സി ആണ്. 4 വശങ്ങളും എല്ലായ്പ്പോഴും തുല്യമാണ്. 4B കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്നത് 5-മത്തെ ആണ്. ചതുരത്തിന്റെ നീളം 4.5 സെന്റിമീറ്റർ ആണ്. താഴത്തെ വശത്തിന് 1/4 സെന്റിമീറ്റർ നീളമുള്ള എത്ര ഭാഗമാക്കാം? 18 ഭാഗമാക്കാം കേട്ടോ. ബി ചതുരത്തിന്റെ വീതി നീളത്തിന്റെ 1/2 ഭാഗമാണ്. വീതി എത്ര സെന്റിമീറ്റർ ആണ്? അപ്പോൾ 2.25 ആണ്. അടുത്തത് സി വരുന്നത് ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? 4.5 × 2.25 എന്ന് എഴുതണം. നമുക്കത് സോൾവ് ചെയ്യുമ്പോൾ 81/8 അല്ലെങ്കിൽ 10/1/8 എന്ന് നമുക്ക് കിട്ടും. അടുത്തത് ഡി വരുന്നത് സി ആണ് ആൻസർ വരിക. 4/2/3 വരും. ഇനി നമുക്ക് ഇതിലെ ലാസ്റ്റ് 6th ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് നമുക്കിവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന രീതിയിൽ പാറ്റേൺ വരയ്ക്കുക. ഇതേപോലെ എടുത്ത് വരച്ചിട്ട് ഷെയ്ഡ് ചെയ്ത് ഭംഗിയാക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം നിങ്ങളിത് എടുത്ത് വരയ്ക്കുക. എടുത്ത് വരച്ചതിന് ശേഷം ഷെയ്ഡ് ചെയ്തിട്ട് ഭംഗിയുള്ളതാക്കി മാറ്റുക. ഇനി ബി ക്വസ്റ്റ്യൻ വരുന്നത് ഒരു ത്രികോണത്തിൻ്റെ 2 വശങ്ങളുടെ അളവുകളാണ് എ ഭാഗത്ത് കൊടുത്തത്. ഈ വശങ്ങൾക്ക് യോജിച്ച 3-മത്തെ അളവ് ബി ഭാഗത്ത് ചേർത്ത് എഴുതിയതിൽ ശരിയായത് താഴെ കൊടുത്തവയിൽ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ബിയുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നിട്ട് ഇതിൽ ഏതാ ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ബിയുടെ ആൻസർ വരുന്നത് ഇതാണ് വരിക കേട്ടോ. നിങ്ങൾ ഓപ്ഷൻസ് മാത്രം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. A 3, B 1, C 2. അതായത് A വരുന്നത് 3, B വരുന്നത് 1, C വരുന്നത് 2. അപ്പം ഇത്രയാണ് വരിക. ഇത് നിങ്ങൾ എടുത്ത് വരയ്ക്കുക, ഷെയ്ഡ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഇത്രയാണ് നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത്, അല്ലെങ്കിൽ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നമ്മൾ താഴെ ഇതേ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണെന്ന് എഴുതിയിട്ട് പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.